ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് പോത്തങ്കോടിനടുത്ത് മെയിൻ ബസ് റൂട്ടിലേക്ക് നടന്ന് പോകാവുന്ന ദൂരത്തിൽ 5.25 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയ ഒരു അടിപൊളി ഇരുനില വീട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു. ഏകദേശം 85 ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇരുനില വീടാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കാഴ്ചകൾ കണ്ടുവരാം. നമുക്ക് നേരെ ചുറ്റുമതിലെ കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ ആയിട്ട് GI ഷീറ്റിൽ CNC കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 4-way ലൈറ്റുകളും കാണാം. ഇത് നമ്മുടെ ഫ്രണ്ട് ഗേറ്റിലേക്ക് വരുവാണെങ്കിൽ അതും അതുപോലെ തന്നെയാണ് CNC കട്ടിങ് കൊടുത്തിരിക്കുന്നത്. ഈ ഗേറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2 ഭാഗത്തേക്കും ഇതുപോലെ ഫോൾഡ് ചെയ്തുകൊണ്ട് പറ്റുന്ന ഡോറുകളാണ്. ഇവിടെ മാത്രമല്ല ഇതും അങ്ങനെ തന്നെയാണ്. നമുക്ക് 2 ഭാഗത്തേക്കും ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ കാർ പാർക്കിംഗ് നോക്കുവാണെങ്കിൽ 3 കാറുകളിലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. ഇവിടെ എല്ലാം നാച്ചുറൽ സ്റ്റോണാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്ലാസും കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു കാർ പോച്ചിനകത്തും ജോട്ടൻ്റെ ഒരു പെയിൻറ്റ് ടെക്സ്ചർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും പ്രൊഫൈൽ ചാനലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ 2 ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ 2 ഭാഗത്തും പെബിൾസ് വിരിച്ചിട്ട് പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ആയിട്ടും ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അതുപോലെ തന്നെയാണ്. അങ്ങനെ 3 ഭാഗത്തും പ്ലാന്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് വരാം. സിറ്റ് ഔട്ടെല്ലാം ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. അതുപോലെ ഇവിടെയെല്ലാം ടൈൽസ് കജാരി എന്ന ബ്രാൻഡാണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഡോറാണ് പ്ലാവില നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. അകത്തേക്ക് വരുമ്പോഴും ബ്രാൻഡഡ് ടൈൽസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. കജാരി എന്ന ബ്രാൻഡാണ്. എപ്പോക്സി ചെയ്തിട്ടുണ്ട്. മുകളിലെല്ലാം സിമ്പിളായിട്ടുള്ള പ്രൊഫൈൽ ചാനൽ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു വുഡിൻ്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെയാണ് ഈ ഒരു ഏരിയയിൽ അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. ഒരു TV ഉണ്ട്, വലിയ TV യൂണിറ്റാണ്. അതെല്ലാം WPC പാനലും അതുകൂടാതെ ലാമിനേഷനും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടൊരു കോഡിയാർഡും ഉണ്ട്. ഇവിടെ ആയിട്ട് വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതും കൂടാതെ മുകളിൽ കോബ്ലൈറ്റും ഉണ്ട്. ഒരു ടെക്സ്ചറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ DB എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാം യൂസ് ചെയ്യുന്ന ലെഗ്രൻ എന്ന ബ്രാൻഡാണ്, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ആയിട്ടൊരു സിംഗിൾ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെ ആക്സസ് ഇടുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് ഒരു വ്യൂ കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ആ ഒരു സീലിങ്ങിലെല്ലാം ആ ഒരു വുഡ് തീമും കൊടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലെ കാഴ്ചകളിലേക്ക് പോകും. ഡൈനിങ് ഏരിയ നോക്കുവാണെങ്കിൽ സ്പേസ് ഉള്ള ഡൈനിങ് ഏരിയ തന്നെയാണ്. ഇവിടെ ആയിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുകൂടാതെ ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം ഒരു WPC പാനലും നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യാവുന്ന മിററോ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ജാഗ്വാറിൻ്റെ വാഷ് ബേസിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ ടാപ്പ് തന്നെയാണ്. ഇവിടെയെല്ലാം കബോർഡെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. ഇവിടെ ആയിട്ട് WPC പാനലിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് ഫുൾ ബോഡി ടൈലോ കൊടുത്തിരിക്കുന്നു. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അല്ലെങ്കിൽ ഒരു സെർവിങ് കൗണ്ടറായിട്ട് യൂസ് ചെയ്യാം. മുകളിലായിട്ട് 2 ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം ബ്രാൻഡഡ് ടൈൽ തന്നെയാണ്. ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. എപ്പോക്സി ചെയ്തിട്ടുണ്ട്. ഇനി ഈ കബോർഡിലേക്ക് വരുവാണെങ്കിൽ ഫുള്ള് മറൈൻ പ്ലെയിനിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കബോർഡ് നോക്കുവാണെങ്കിൽ കണ്ടു നമുക്ക് സോഫ്റ്റ് ക്ലോസ് ആണ്. സ്പീഡിന് അടച്ചാലും അവിടെ എത്തിയിട്ട് സോഫ്റ്റ് ആവുന്നതാണ്. അതാണ് സോഫ്റ്റ് ക്ലോസ്. അപ്പോൾ എല്ലാം വളരെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഇലക്ട്രിക് ചിമ്മിനി ഹുഡ് ആൻഡ് ഹോബ് സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഇവിടെ ആയിട്ട് നമുക്ക് സിങ്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ടിൽറ്റ് ചെയ്തുകൊണ്ട് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ഒരു വർക്ക് ഏരിയയിലേക്ക് പോകും. വർക്ക് ഏരിയ കിച്ചണ് നമ്മുടെ ഫ്ലാറ്റിലേക്കാണ്, അപ്പാർട്ട്മെൻറ്റിൽ കാണുമ്പോൾ ഒരു ഓപ്പൺ വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് സെർവിങ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ ഫുൾ ബോഡി ടൈൽ തന്നെയാണ്. എല്ലാം മറൈൻ പ്ലെയിനിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ ആയിട്ട് നമുക്ക് വലിയ ഫ്രിഡ്ജൊക്കെ വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വർക്ക് ഏരിയയുടെ പുറത്ത് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ പുറത്തേക്ക് നോക്കുവാണെങ്കിൽ 5.25 സെൻറ്റുള്ളതുകൊണ്ട് തന്നെ അത്രയും സ്പേസ് കിട്ടുന്നുണ്ട്. പുറത്തായിട്ട് കിണറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് താഴെ 2 ബെഡ്റൂമുകളാണ്. ഇതും അതുപോലെ ഈ ഒരു ഫോയറിലേക്ക് വരുന്നത്. ബാക്കി 2 ബെഡ്റൂം മുകളിലാണ്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 12 അടി വീതിയുള്ള ഒരു റൂമാണ്. ഇവിടെ ഈ 4x2 സൈസുള്ള വെട്രിഫൈഡ് യൂസ് ചെയ്തിരിക്കുന്നത്. കജാരി എന്ന ബ്രാൻഡാണ്. മുകളിൽ സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാർഡ്രോബ് എല്ലാം വലിയ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മിറർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ഡിസൈനിലുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. PVC ഡോർസാണ്. ഈ ഒരു വാഷ്റൂം നോക്കുക നല്ല ലെങ്തി ആയിട്ടുള്ള വാഷ്റൂമാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന ജാഗ്വാറിൻ്റെ മെറ്റീരിയൽസ് മാത്രമാണ്. ഫിറ്റിങ്സ് എല്ലാം ജാഗ്വാറാണ്. അതുപോലെ വോൾ മൗണ്ടഡ് ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ 2ാമത്തെ റൂമിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ 2ാമത്തെ റൂമിലേക്ക് വരാം. ഈ 2ാമത്തെ റൂം നോക്കുവാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈൽ തന്നെയാണ്. അതുകൂടാതെ തന്നെ 12 അടി നീളവും 12 അടി വീതിയുള്ള റൂമാണ്. മുകളിൽ സർഫസ് ലൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഫോയറിലേക്ക് വന്നിട്ടാണ് ഇവിടെയാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫുൾ ഫിറ്റിങ്സ് എല്ലാം ജാഗ്വാറിൻ്റെ ബ്രാൻഡ് തന്നെയാണ്. വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി അപ്സ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് പോകും.
അപ്സ്റ്റേറിലേക്ക് വരുമ്പോൾ ഇവിടെ ഫുള്ളായിട്ടും പ്രൊഫൈൽ ചെയ്യാൻ ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇവിടെ സ്റ്റൈൻലെസ് സ്റ്റീലാണ്, 304 ആണ്. അതിനോടൊപ്പം തന്നെ ടഫൻ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വരുന്ന ഒരു അതിവിശാലമായിട്ടുള്ള അപ്പർ ലോഞ്ചിലേക്കാണ്. ഇവിടെ ആയിട്ട് നമുക്ക് ടി വി ഉണ്ട്, സെറ്റിയുള്ള സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്, താഴേക്ക് നല്ല ആക്സസ് കിട്ടുന്നതാണ്. അതുകൂടാതെ ഒരു ബാൽക്കണിയും ഗസീബോയും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടെ 2 റൂമുകളുണ്ട്. താഴെ കണ്ടതുപോലെ തന്നെയാണ് ഈ ഒരു ഫോയറിലേക്ക് വന്നിട്ട് റൂമിലേക്ക് വരുന്നത്. ആ റൂമിൻ്റെ ഒരു സൈസ് നോക്കുകയാണെങ്കിലും താഴെ കണ്ട അതേ റൂമിൻ്റെ സൈസ് തന്നെയാണ്. 14 അടി നീളവും 12 അടി വീതിയുള്ള റൂം തന്നെയാണ്. ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്, അതിൽ മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്വിച്ച് ബോർഡിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ലെഗ്രൻ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനൊരു പുതിയ മോഡൽ സ്വിച്ച് ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂം ഇങ്ങനെ നോക്കാം. വാഷ്റൂം നോക്കുകയാണെങ്കിലും താഴെ കണ്ടതുപോലെ തന്നെയാണ്, അതേ സ്പേസുള്ള വാഷ്റൂം തന്നെയാണ്. ഫിറ്റിങ്സ് എല്ലാം ജാഗോർ തന്നെയാണ്. അതുപോലെ ടൈൽസ് എല്ലാം ബ്രാൻഡഡ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി 4ാമത്തെ റൂമിലേക്ക് പോകും. ഇതാണ് 4ാമത്തെ റൂം. ഈ 4ാമത്തെ റൂം താഴെക്കുള്ളതുപോലെ തന്നെയാണ്, സെയിം സ്പേസുള്ള റൂം തന്നെയാണ്, അതിൽ വ്യത്യാസമില്ല. മുകളിലായിട്ട് സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂം ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വാഷ്റൂം താഴെ കണ്ട അതുപോലത്തെ വാഷ്റൂം തന്നെയാണ്. ഫിറ്റിങ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ജാഗോർ തന്നെയാണ്. ഫുള്ള് ഫ്ലോർ മൗണ്ടല്ല, വോൾ മൗണ്ട് ക്ലോസറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ഒരു ബാൽക്കണിയും അതുകൂടാതെ ഗസീബോയും ഉണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഇതാണ് ബാൽക്കണി ഏരിയ. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള ബ്രാൻഡ് ടൈൽസാണ്. ഇവിടെ ആയിട്ട് സ്റ്റൈൻലെസ് സ്റ്റീൽ 304 ആണ്. കൂടാതെ ടഫൻ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ഗസീബോ സ്പേസിലേക്ക് വരാം. ഇവിടെ ആയിട്ടൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്, GI ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് GI ട്യൂബിൽ ടെറാക്കോട്ട ജാളിയും കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഇവിടെ മുകളിലായിട്ട് GI ട്യൂബിൽ നമുക്ക് ഹാങ് ചെയ്ത് ചെടികളൊക്കെ ഹാങ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ല മനോഹരമാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകും. ഇതാണ് ചെറിയ ഓപ്പൺ ടെറസ് ഏരിയ. ഇവിടെ ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ചെറുതായിട്ട് നമുക്ക് ഇവിടെ അക്ഷ കെട്ടാൻ വേണ്ടിയുള്ള ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ റൂഫ് ടോപ്പ് ഏരിയയിലേക്ക് പോകും. ഇതാണ് റൂഫ് ടോപ്പ് ഏരിയ. ഇവിടെ ഫുള്ള് വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ഹൈറ്റിലാണ് വാട്ടർ ടാങ്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കിണറും ഉണ്ട്, അതല്ല വാട്ടർ കണക്ഷനും ഉണ്ട്. ഇവിടെ ആയിട്ടൊരു പർഗോള കാണാം, അതിൻ്റെയും ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റിലാണ് ഇവിടെയും ഈ ഒരു പാരപ്പറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ചെടി വയ്ക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോത്തൻകോട് ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്ത് ബസ് റൂട്ടിലേക്ക് നടന്ന് പോകാൻ പറ്റുന്ന ദൂരത്തിലാണ് ഈ വീട് വരുന്നത്. അപ്പോൾ 85 ലക്ഷം രൂപയുടെ ആസ്കിംഗ് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.